പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റഹീമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഉത്തരമുണ്ടായിരിക്കുന്നത്. ഒരുപാട് പേര് സംശയിച്ച ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഉത്തരമുണ്ടായിരിക്കുന്നത്. റഹീമിൻ്റെ മോചനം വൈകിയതിനെ തുടർന്ന് തന്നെ ഒരുപാട് പേര് ആശങ്ക പുലർത്തിയിരുന്നു. വന്ന പണത്തിൻ്റെ കണക്കുകളും രേഖകളും ചോദിച്ച് ജനങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. റഹീമിൻ്റെ മോചനം വൈകിയത് തന്നെയാണ് കാരണം. ഇതിൽ ആരൊക്കെയോ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന് സംശയവും തുടങ്ങി. അങ്ങനെ വേണ്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് റഹീം ആ മകനെ കൊന്നതാണോ എന്ന്. ആ ഒരു സംശയത്തിനുള്ള മറുപടിയും കൂടിയാണ് ഈ വീഡിയോ. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിൻ്റെ മോചനത്തിൽ നിയമ നടപടികൾ തുടരുകയാണ് സഹായ സമിതി. നിയമസഹായ സമിതിക്കെതിരെ അസത്യ പ്രചരണം നടക്കുന്നുവെന്നും ഫണ്ട് സുതാര്യമാണ് കൈകാര്യം ചെയ്തതെന്നും സമിതി വ്യക്തമാക്കി. 47,87,60,60,000 രൂപ പിരിച്ചു. അതിൽ 11,60,00,000 രൂപ ബാക്കിയുണ്ടെന്നും നിയമസഹായ സമിതി അറിയിച്ചു. അബ്ദുറഹീമിന്റെ മോചനത്തിനായി ബന്ധപ്പെട്ട കേസ് ഈ മാസം 17-ന് പുതിയ ബെഞ്ച് പരിഗണിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷമായി സൗദി ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം. മരിച്ച കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ട 34 കോടിയോളം രൂപയ്ക്ക് തുല്യമായ സംഖ്യ ഇതിനകം മോചനദ്രവ്യമായി നൽകിയിട്ടുണ്ട്. 2006 നവംബറിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത്. സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹിയുടെ കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത മകൻ അനസിനെ പരിചരിക്കാനായിരുന്നു അബ്ദുറഹീം സൗദിയിലെത്തിയത്. 2006 ഡിസംബർ 24-ന് അബ്ദുറഹീമിന്റെ കൂടെ GMC വാനിൽ യാത്ര ചെയ്യവേ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ അനസ് റഹീമിനോട് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് വഴക്കുണ്ടായി. ഇതനുസരിക്കാതിരുന്ന അബ്ദുറഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പുകയും അത് തടയാൻ ശ്രമിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയും പിന്നാലെ ബോധരഹിതനായി അനസ് മരണപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു സംഭവം. എന്നാലും അബദ്ധത്തിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു. ആ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം പടച്ച റബ്ബ് കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് റഹീമിന്റെ മോചനം ഈ 17-ന് തന്നെ പടച്ച റബ്ബ് അതിനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ. ആമീൻ. റഹീമിന്റെ ഉമ്മക്ക് പടച്ച റബ്ബ് ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക ആ മകനെയും ഉമ്മയെയും. ഇബ്ലീസിന്റെയും ശൈത്താന്റെയും പിടിയിൽ നിന്ന് പടച്ച റബ്ബ് കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.